ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓഫീസ് മാജിക് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഇത് റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. ബേക്കിങ്ങിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏത് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര സമയം ബീറ്റ് ചെയ്യണം, സ്റ്റിഫ് പീക്കായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് വീണ്ടും ലൂസായി പോകുന്നു. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു വീഡിയോ ആണ്, അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നന്നായിട്ട് തന്നെ കേക്ക് ഐസിങ് ചെയ്തിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 3 ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വരുന്നത് വിവോ വിപ്പിംഗ് ക്രീമാണ്, രണ്ടാമത് ഫിയോണ എന്നുള്ള ബ്രാൻഡാണ്, തേർഡ് വരുന്നത് റിച്ച് ഗോൾഡ് എന്ന് പറയുന്ന വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ്, ഇതിപ്പോൾ അമൂലിലേക്ക് വിപ്പിംഗ് ക്രീം കണ്ടിട്ടുണ്ടാവും, ചെറിയ പാക്കറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഈ രീതിയിൽ പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ്, വിവോ ആണ് ഞാനിവിടെ ആദ്യം കാണിക്കുന്നത്. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഒരു 100 ഗ്രാം അധികം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 റുപ്പീസാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ ഒരു വെജിറ്റബിൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത്. ഇതാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, ഈ ഒരു ടൈപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇതിൽ വിവോ ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ബീറ്റായിട്ട് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ അത് പെട്ടെന്ന് അങ്ങനെ കുറേ സമയം വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ലൂസായി പോകുന്ന ക്രീമല്ല. അതേപോലെ തന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ക്രീം തന്നെയാണ്. അതേപോലെ തന്നെ നല്ല സ്വീറ്റായിട്ടുള്ള മധുരം ഉള്ള ക്രീം കൂടിയാണ് വിവോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 200 ഗ്രാമാണ് 1 kgക്ക് വരുന്നത്. പിന്നെ വരുന്നത് ഫിയോണയാണ്. ഫിയോണ എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ക്രീമാണ് ഫിയോണ. പെട്ടെന്ന് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും, നല്ല രീതിയിൽ ഐസിങ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1 kgക്ക് വരുന്നത് 175 റുപ്പീസാണ്. ഇതിൻ്റെ റേറ്റ് കുറവാണ്, അതിന് കുറച്ച് മധുരവും കുറവാണ് കേട്ടോ. പിന്നെ വരുന്നത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പ് ടോപ്പിംഗ് ആണ്. ഇത് നല്ല ടേസ്റ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്രീമാണ്, ഏറ്റവും നല്ല ടേസ്റ്റ് വൈസ് നല്ല ക്രീമാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 125 റുപ്പീസാണ് വരുന്നത്. 1 kgക്ക് 230 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയാലും ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് ലൂസായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വിവോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രീം ഫ്രീസറിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ക്രീം നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫ്രീസറിലൊക്കെ കാര്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഫ്രീസറിൽ നിർബന്ധമായിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ അന്ന് എടുത്തിട്ട്, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് രാവിലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴെ ഫ്രിഡ്ജിലേക്ക് ക്രീം എടുത്ത് വെക്കണം. അപ്പോൾ ഈ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് കുറച്ചൊരു ഐസ്, കുറച്ചും കൂടി ഒന്ന് ലിക്വിഡ് കൺസിസ്റ്റൻസി വരുന്ന ആ ഒരു രീതിയിലുള്ള ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ബാക്കിയുള്ള ക്രീമിനെ ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇത് കുറച്ചൊരു ഐസ് ഉള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് കൂടി പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇതിനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബീറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസി ഓഫ് ദി വിപ്പിംഗ് ക്രീം എപ്പോഴും എന്തായിരിക്കണം, ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതായത് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യണം. അതിൽ ഐസ് ക്രിസ്റ്റൽസോ ഐസൊന്നും ഇല്ലാതെ നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. അങ്ങനെയുള്ള ക്രീം ബീറ്റ് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് കിട്ടുക. അല്ലാതെ അതിൽ ഐസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വിപ്പായിട്ടൊക്കെ കിട്ടും, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അത് വീണ്ടും അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോയിട്ട് ക്രീം ലൂസായി പോകും. അപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്
അവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഒരിക്കലും ക്രീമിന് തണുപ്പ് പോകാൻ പാടില്ല. ക്രീം പെട്ടെന്നൊക്കെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു കവറോട് കൂടിയിട്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ആയിക്കോളും. പക്ഷേ ക്രീമിൻ്റെ തണുപ്പ് പോകാൻ പാടില്ല. ക്രീമിന് തണുപ്പ് ഉണ്ടാവും വേണം. അതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബൗള്, അതേപോലെ തന്നെ നമ്മളെ ബീറ്ററിൻ്റെ ബ്ലേഡ്, ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 hours അല്ലെങ്കിൽ ഞാനൊരു അരമണിക്കൂറൊക്കെയാണ് തണുപ്പിക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1-2 hours ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഈ ഒരു ബ്ലേഡും ബൗളും ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ തണുപ്പിച്ചിട്ട് നമ്മൾ ക്രീം അതിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റായിട്ട് വരും. അതേപോലെ തന്നെ എപ്പോഴും ബൗളും അതേപോലെ തന്നെ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡും ഒരിക്കലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ചിട്ട് എല്ലാ വെള്ളത്തിൻ്റെ അംശവും കളഞ്ഞ് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്കാണ് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ബീറ്ററിൻ്റെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ലോ സ്പീഡിലിട്ടിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഒരു 1-ലിട്ടിട്ട് പതുക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പീഡ് ഇങ്ങനെ പതുക്കെ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ അത് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. സ്പീഡ് പതുക്കെ കൂട്ടി കൊണ്ടുവരിക. പിന്നെ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ബീറ്ററിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ 2 കപ്പ് ഏകദേശം ഇത് വിപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ സൈസ്, അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്രീമിൻ്റെ അളവ്, ഇതിനൊക്കെ അനുസരിച്ച് ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റിഫായി വരുന്നതിൻ്റെ ടൈം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 1 കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചെറിയ ബൗൾ എടുത്താൽ മതി. അതേപോലെ തന്നെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്രീമിൻ്റെ ഒരു ഏകദേശം ഡബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി സൈസുള്ള ബൗളിലാണ് നമ്മൾ എപ്പോഴും അത് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം എടുക്കേണ്ടത്. എന്താ വെച്ചാൽ അത് നന്നായിട്ട് ബീറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ആ ബൗളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ക്രീം വരേണ്ടത്. നല്ല ചിൽഡായിട്ടുള്ള ക്രീമായിരിക്കണം. ബൗൾ ആൻഡ് അതേപോലെ തന്നെ ബ്ലേഡ് ഓഫ് ദി ബീറ്റർ എപ്പോഴും നല്ല തണുത്തിട്ടുള്ള ബൗളിലാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മളെടുത്ത ബൗളിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ ഐസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് 2 കപ്സ് എടുത്തിട്ടുണ്ട്, ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബീറ്റായി വരണമെങ്കിൽ ഏകദേശം 10 മിനിറ്റ്സ്, കറക്റ്റ് 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ബീറ്റായിട്ട് വരും. പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിവോയിൽ അത്യാവശ്യം മധുരമുള്ള ക്രീം തന്നെയാണിത്. എങ്കിലും എനിക്ക് കുറച്ചും കൂടി ഒരു മധുരം വേണ്ടതുകൊണ്ട് 1 കപ്പൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കലുണ്ട്. ഇവിടെ ഞാൻ 2 കപ്പ് ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഏകദേശം പകുതിയൊക്കെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫിയോണയൊക്കെ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫിയോണയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഫിയോണ എന്ന് പറയുന്നത്. അത്രയും നന്നായിട്ട് ബീറ്റായിട്ട് വരുന്ന നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്ന ക്രീമാണ്. മെജോറിറ്റി ആൾക്കാരും യൂസ് ചെയ്യുന്ന ക്രീമാണ് ഫിയോണ. പക്ഷേ അതിൽ കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ, 2 കപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടി വരും. കുറച്ച് ഒരു മധുരം കുറവുള്ള ക്രീമാണ് ഫിയോണ. പക്ഷേ നന്നായിട്ട് ബീറ്റ് ആവുന്ന ക്രീമും കൂടിയാണ്. റേറ്റ് നോക്കുകയാണെങ്കിലും ഫിയോണയ്ക്ക് കുറച്ച് റേറ്റ് കുറവാണ്. നല്ല ടേസ്റ്റുള്ള ക്രീമാണ് റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ബീറ്റായിട്ട് പകുതിയൊക്കെ ബീറ്റായി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഒരിക്കലും നമ്മൾ ക്രീമിന് സ്റ്റിഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും അതുകൊണ്ടല്ല അത് ക്രീം സ്റ്റിഫായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്
കുറച്ച് നിങ്ങൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അത് സ്റ്റിഫാവുന്നതായിട്ട് ബന്ധപ്പെട്ട് ഷുഗറിന് യാതൊരു റോളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ബീറ്റാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ സ്പീഡ് നമ്മൾ പതുക്കെ 1-ൽ നിന്നും 2-ലേക്കും 3-ലേക്കും ഒക്കെ ഇങ്ങനെ പതുക്കെ കൂട്ടി കൊടുത്തിട്ട് ഓരോരോ 2 മിനിറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബീറ്ററിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ നമ്മൾ ക്രീം കൂടുതൽ തിക്കായിട്ട് വരും. അപ്പോൾ ക്രീം ഇങ്ങനെ തിക്കായി മാറുമ്പോൾ നമുക്ക് ഒരു സ്റ്റിഫ് പീക്ക് കൺസിസ്റ്റൻസിയിലേക്കാണ് ക്രീം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആ ക്രീം ഇങ്ങനെ കൂടുതൽ തിക്കാവുന്നതിനനുസരിച്ച് ആ ബ്ലേഡിനെ കവർ ചെയ്തിട്ട് ക്രീം ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ ആ ഒരു ബീറ്ററിൻ്റെ കറക്കത്തിൻ്റെ ആ ഒരു ആദ്യമുള്ള അത്ര ഈസിയിൽ ബീറ്റർ കറങ്ങൂല. ആ ബീറ്ററിൻ്റെ കറക്കത്തിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ക്രീമിൻ്റെ തിക്നെസ് കൂടി വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളതൊന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ഇതേപോലെ സ്പൂണിലെടുത്തിട്ട് സ്പൂണ് തലതിരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രീം വീഴുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ ആ ഒരു ബീറ്റർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പീക്കായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് തിക്കായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളങ്ങനെ അത് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ബീറ്റ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ അതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ആ ഒരു സ്റ്റിഫായിട്ടുള്ള പീക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ വീണ്ടും ബീറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും അതിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേക്കിൻ്റെ ആ ഒരു ക്രീമിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് എയർ കിടക്കും. എയർ കടന്നിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ചെറിയ ഹോൾസായിട്ട് ഇങ്ങനെ ക്രീമിൽ കാണും. അപ്പോൾ നമ്മളത് കേക്കിന് മുകളിൽ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ പറ്റില്ല. ആ കേക്ക് ആ ഒരു ക്രീം ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഐസിങ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്രീമിൻ്റെ ഉള്ളിൽ ചെറിയ ഹോൾസായിട്ട് അത് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു കറക്റ്റ് സ്റ്റിഫ് കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി സ്റ്റിഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ഇങ്ങനെ നമ്മൾ ബീറ്ററിൻ്റെ ബ്ലേഡ് ഉയർത്തുമ്പോൾ ഈ രീതിയിൽ നല്ല സ്റ്റിഫ് പീക്കായിട്ട് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ബ്ലേഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്രീം താഴേക്ക് വീഴാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. ഇതേപോലെ തന്നെ സ്പാച്ചുലയിൽ നമ്മൾ ക്രീം എടുത്തിട്ട് ഇങ്ങനെ തലതിരിച്ച് പിടിക്കുമ്പോൾ ഈ ഒരു സ്പാച്ചുലയിൽ നിന്നും ക്രീം തീരെ താഴേക്ക് എത്ര കുലുക്കിയാലും ഷേക്ക് ചെയ്താലും ഒന്നും താഴേക്ക് വീഴാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ക്രീമിന് കിട്ടേണ്ടത്. ഇങ്ങനെ ഇത്രയും ഈ ഒരു ഇതിലെത്തിയിട്ടുള്ള ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല കേക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വീണ്ടും ഇതിനെ ഒരിക്കലും ബീറ്റ് ചെയ്യരുത്, ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതേപോലെ ബൗൾ തലതിരിച്ച് പിടിച്ചാലും ക്രീം താഴേക്ക് വീഴാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.